السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇരുത്തത്തെ, സംസാരത്തെ, കേൾവി ഒരു സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. സൂറത്ത് മുൽക്ക് 16-17 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയത്. അത് ഇൻഷാ അല്ലാഹ് അതിന്റെ തഫ്സീർ നമുക്ക് വായിക്കേണ്ടതുണ്ട്. أعوذ بالله من الشيطان الرجيم. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. أن يخسف بكم الأرض فإذا هي تمور. أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير. أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير. ولقد كذب الذين من قبلهم فكيف كان نكير. ولقد كذب الذين من قبلهم فكيف كان نكير. طيب، أعوذ بالله من الشيطان الرجيم. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. أأمنتم, നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? മൻ, ഒരുത്തനെ പറ്റി, ഫിസ്സമാ, ആകാശത്തുള്ള ഒരുത്തനെ പറ്റി നിങ്ങൾ നിർഭയനായിരിക്കുകയാണോ? എന്താണ് അവിടെ നിർഭയത്വം വേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്നത്? ഐ യഖ്സിഫ, അവൻ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റി, അല്ലെങ്കിൽ അവൻ ആഴ്ത്തുന്നതിനെ പറ്റി. ബിക്കും, നിങ്ങളെ. എവിടെയാണ് ആഴ്ത്ത? അല്ലാഹു അൽ അർദ, ഭൂമിയിലാണ്. അതായത് നേർക്ക് നേരെ പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഈയൊരു ആകാശത്തുള്ളവൻ എന്നതിനെ സംബന്ധിച്ചുള്ള വിവരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അത് കാരണം നമുക്കിതിന്റെ തഫ്സീർ വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആകാശത്തുള്ളവൻ എന്നതുകൊണ്ട് ഇവിടെ ആരാ ഉദ്ദേശിക്കുന്നത്?
ഹുവല്ലാഹു തആല, അല്ലാഹുവാണ്, അവൻ അല്ലാഹുവാണ്. അല്ലാഹു എവിടെയാണ്? ഫിസ്സമാ, അതായത് അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവ. അങ്ങനെ പറഞ്ഞാൽ ഇർതഫഅ വഅലാ എന്നാണ്, അർശിന്റെ മീതെയാണ് അവൻ. ആ വിഷയത്തിലുള്ള അഹ്ലുസുന്നയുടെ തെളിവുകളും അതിന് വിരുദ്ധമായി ചില ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എന്തായാലും നമുക്കിന്ന് ആ ഭാഗം വിടാം, പകരം ശേഷമുള്ളത് പറയാം. അപ്പൊ ആകാശത്തുള്ള അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ. എന്നിട്ട് പിന്നെ അള്ളാഹു തആല പറയുന്നത് ഫഇദാ ഹിയ തമൂർ, അപ്പോഴത് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. നമുക്കിതില് രണ്ടാമത്തെ വശാണ് പഠിക്കാനുള്ളത്. ഫിസ്സമാ നമ്മൾ പറഞ്ഞു, അതാരാണ്, എന്താണ്, എവിടെയാണ്, അല്ലാഹ് എവിടെയാണ് എന്നതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി റബ്ബ് മനുഷ്യരുടെ മേൽ, കുഫാറുകളുടെ മേൽ, നിഷേധികളുടെ മേൽ ചെയ്യാനിരിക്കുന്ന വിഷയം എന്താണ്? അൻ യഖ്സിഫ ബികുമുൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റി. അഥവാ അള്ളാഹുവിന് അതൊട്ടും പ്രയാസമുള്ളൊരു കാര്യമല്ല. ഇത് മനസ്സിലാക്കുന്നിടത്ത് ഞാൻ 2-3 ആയത്ത് ആദ്യം പറഞ്ഞുതരാം. ഇതിന് തഫ്സീറായി നമുക്ക് പഠിക്കാനുള്ളത് ആയത്തിന്റെ തഫ്സീർ ആയത്താണ്. യുഫസ്സിറു ബഅ്ദുഹു ബഅദ. 16-ാമത്തെ അധ്യായം സൂറത്തു അൻ-നഹൽ. സൂറത്ത് നഹലിന്റെ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? റബ്ബ് പറയാണ് أفأمن الذين مكروا السيئات أن يخسف الله بهم الأرض أو يأتيهم العذاب من حيث لا يشعرون. എന്നാൽ ദുഷിച്ച കുതന്ത്രങ്ങൾ പ്രയോഗിച്ചവർ അല്ലാഹു തആല അവരെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയില്ലെന്നോ അവർ ഓർക്കാത്ത ഭാഗത്തുകൂടി ശിക്ഷ വരികയില്ലെന്നോ സമാധാനിച്ചിരിക്കുകയാണോ? ഒരു സമാധാനം വേണ്ടാന്ന്. അതായത് ഒന്നില്ലെങ്കിൽ ആഴ്ത്തിക്കളയാം, അല്ലെങ്കിൽ അവർ ഓർക്കാത്ത ഭാഗത്തുകൂടി ശിക്ഷ വരാനാണ്. ഇത് സൂറത്ത് നഹ്ലിലെ വരികയാണ്. തൊട്ടധ്യായം സൂറത്ത് ഇസ്ര 17-ാം അധ്യായം, അതിന്റെ 68-69 ആയത്തിലെത്തുമ്പോ അല്ലാഹു തആല ഒന്നും കൂടി ഹൃദ്യമായി പറയുന്നുണ്ട്. ഇതിൽ 2 കാര്യമുണ്ട് ഈ ആയത്ത് പഠിക്കുന്നിടത്ത്. ഒന്ന്, നമുക്ക് ഇതിന്റെ ആശയം പഠിക്കാം. 2, പദസമ്പത്തും പഠിക്കാം. ഇപ്പൊ നമ്മൾ പഠിക്കുന്നിടത്തുള്ള എന്താ? ആ അമിൻതും എന്നാണ്, അല്ലെ? ആ അമിൻതും. ഇവിടെ പറയാൻ പോകുന്ന വാക്കെന്തറിയോ? അള്ളാഹു പറയുന്നത് അഫഅമിൻതും അൻ യഖ്സിഫ ബികും ജാനിബൽ ബർരി ഔ യുർസില അലൈക്കും ഹാസിബാ ثم لا تجدوا لكم وكيلا. അടുത്തെന്തറിയോ? അം അമിൻതും അൻ യുഈദകും ഫീഹി താറതൻ ഉഖ്റാ ഫയുർസില അലൈക്കും ഖാസിഫൻ മിനർ റീഹി ഫയുഗ്രിഖകും ബിമാ കഫർതും ثم لا تجدوا لكم علينا به تبيعا. എന്താ വാക്കിന്റെ ഗൗരവം എന്നറിയോ? അല്ലാഹു പറയാണ്, കരയുടെ ഭാഗത്ത് തന്നെ അവൻ നിങ്ങളെ ആഴ്ത്തിക്കളയുകയോ. അള്ളാഹ്ക്ക് കരയും കടലൊന്നുമില്ല താഴ്ത്താൻ. അങ്ങനെ ആഴ്ത്തിക്കളയുകയോ, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ നേരെ ഒരു ചരൽ മഴ അയക്കുകയോ ചെയ്യുകയും നിങ്ങളുടെ സംരക്ഷണം ഏൽക്കാൻ യാതൊരാളെയും നിങ്ങൾ കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കണമെന്ന്. നമുക്ക് അങ്ങനത്തെ യാതൊരു സമാധാനം വേണ്ട, ഏത് നിമിഷവും സംഭവിക്കാം. ഇവിടെ അല്ലാഹു തആല കുഫാറുകളെ കുറിച്ച് പറയണത്. കാരണം ഇതിന് തൊട്ടുമുള്ള ആയത്ത് എന്താ വെച്ചാൽ, കടലിൽ വെച്ച് പ്രയാസം നേരിട്ടാൽ അവരെന്ത് ചെയ്യും? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കും. കരയിലെത്തുമ്പോഴോ കോലം മാറും എന്ന് പറഞ്ഞതിന്റെ താഴെ മുശ്രിക്കുകളെ അള്ളാഹു എന്താണ് താക്കീത് നൽകാൻ. ശേഷമുള്ളത് നമ്മൾ ഓതിയത് എന്താ? അം അമിൻതു എന്ന് പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ മറ്റൊരു പ്രാവശ്യം അവൻ നിങ്ങൾ അവിടേക്ക്, അഥവാ ഏതൊരു കടലിലേക്കാണോ നിങ്ങൾ പോയിട്ട് ഒരാളും രക്ഷയില്ല എന്ന് മനസ്സിലായപ്പോ ഖാലിസായി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചത്, എന്നിട്ട് നിങ്ങൾ തിരിച്ചു വന്നപ്പോ നിങ്ങളെ കോലം പിന്നെ മാറിയില്ലേ? വീണ്ടും നിങ്ങൾ ശിർക്കിലേക്ക് പോയില്ലേ? അള്ളാഹു നിങ്ങളെ വീണ്ടും ആ കടലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോവുകയും എന്നിട്ട് നിങ്ങളുടെ നേരെ അവൻ തകർപ്പൻ ശക്തമായ ഒരു കാറ്റയച്ചിട്ട് നിങ്ങൾ നന്ദികേട് കാണിച്ചതിന് നിങ്ങൾ അവൻ മുക്കിക്കളയുകയും
അനന്തരം നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി നമുക്കെതിൽ നടപടിയെടുക്കാൻ യാതൊരാളെയും നിങ്ങൾ കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കണം. ശരിക്കും കുഫറിന്റെ നിരർത്ഥകത അല്ലെങ്കിൽ ഷിർക്കിന്റെ നിരർത്ഥകത ഷിർക്കന്മാരുടെ ജഹാലത്ത് മുഴുവനും അല്ലാഹുവിന്റെ ആയത്തിൽ പറയാണ്. കാരണം മനുഷ്യൻ വിചാരിക്കുന്നത് തൽക്കാലം രക്ഷപ്പെട്ടല്ലോ. അള്ളാഹ് ചോദിക്കണേ, ഇനി അങ്ങോട്ട് ഞങ്ങൾ പറഞ്ഞയച്ചിട്ട് നിങ്ങൾ നന്ദികേട് കാണിച്ചിട്ട് നിങ്ങൾ മുക്കിക്കളഞ്ഞാൽ നിങ്ങൾ ആരാ കൊണ്ടുവരും? അപ്പൊ ഈ മുക്കിക്കളയുക, ആഴ്ത്തിക്കളയുക എന്ന പ്രയോഗം നിരവധി സ്ഥലത്ത് കാണാണ്ട്. ഞാൻ ഒന്നും കൂടി പറയാം, ഒരായത്തും കൂടി ഉണ്ട്. അത് പറഞ്ഞാൽ ഓവറാവോന്ന് എനിക്കറിയില്ല, പക്ഷെ അതും കൂടി പഠിക്കണമെന്നല്ല. കാരണം ഖുർആനിന്റെ ഒന്നാമത്തെ തഫ്സീർ ഖുർആൻ തന്നെയാണ്. 29-ാം അധ്യായം. നമുക്ക് പിന്നെ എഴുതിയെടുക്കുക എന്നുള്ളൊരു സ്വഭാവം തുടക്കം മുതലേ ഇല്ലാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ പറയാന്നല്ലാതെ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ 40-ാമത്തെ ആയത്ത് അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഒരു ഹോംവർക്ക് ആയിട്ട് തരാം. 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്ത് 40-ാമത്തെ ആയത്ത്. അപ്പൊ ഇവിടെ ഉപരിയുള്ളവനായ അള്ളാഹു ഈ ആയത്തിൽ നമ്മൾ പഠിപ്പിക്കണം എന്തറിയോ? അതായത് അൽ ഉലൂവുൽ അഅല, അൽ അലിയുൽ അഅല, അത്യുന്നതൻ. ആ അള്ളാഹു ഖാറൂനിനെ, ഇവിടെ ഒരാളെ ഉദാഹരണമാണ് ഖാറൂനിനെ ഭൂമിയിലേക്ക് താഴ്ത്തിയതുപോലെ നിങ്ങളുടെ താഴ്ഭാഗത്ത് നിന്ന് ഭൂമിയെ പിളർത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ എന്നാണ് ഇതിന്റെ ശരിക്കും മാന. കാരണം മുൻഗാമികളിൽ ഭൂമിയിലേക്ക് താഴ്ത്തപ്പെട്ട ഒരു പ്രധാനി ആരാണ്? ഖാറൂനാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അയാളുടെ സമ്പത്തിന്റെ അടുത്തേക്ക് വേറെ ആളുടെ സമ്പത്ത് എത്തൂല. ഇന്ന് വരെ ഈ പുതിയ കാലത്തെ ഒരു പഠനം യൂട്യൂബിലൊന്ന് ഞാൻ കണ്ടു. യൂട്യൂബിൽ പിന്നെ എല്ലാം സ്വഹീഹ കാണുന്നില്ല. ഇന്നത്തെ ഏറ്റവും പ്രസിദ്ധരായ ലോകത്തെ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളുകൾ, ഒരു 100-100-ലധികം ആളുകൾ ചേർത്തി വെച്ചാൽ പോലും ഖാറൂന്റെ സ്വത്തിന്റെ 4 അയൽപ്പക്കത്ത് പോലും എത്തൂല എന്നാണ്. അത്ര സ്വത്തുണ്ടായിരുന്നു. ഓനെയാണ് അല്ലാഹു തആല ഭൂമിയിലേക്കാണ് താഴ്ത്തിയത്. ഒരാൾ രക്ഷക്കുണ്ടായില്ല. ഈ ആയത്തിൽ 2 കാര്യം നമ്മൾ പഠിക്കണം. ഒന്ന്, അമിൻതും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ തൊട്ട് നിങ്ങൾ നിർഭയരാണോ എന്ന് ചോദിച്ചാൽ യഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ തഫ്സീർ ഇതാണ്, ഹുവല്ലാഹു തആല, അതാരാണ്? അല്ലാഹുവാണ്. ഖാലഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല. അതായത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ കുഫാറുകളെ? ഭൂമിയിലുള്ള ഉപരിയിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ സംബന്ധിച്ച്. കാരണം അല്ലാഹു തആല ഖാറൂനിനെ എവിടേക്ക് ആഴ്ത്തിയിട്ടുണ്ട്? ഭൂമിയിലേക്ക് ആഴ്ത്തിയിട്ടുണ്ട്. അല്ലാഹു ഖാറൂനിനെ ഭൂമിയിലേക്ക് ആഴ്ത്തിയതുപോലെ നിങ്ങളെയും ഭൂമിയിലേക്ക് ആഴ്ത്തുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരാണോ? അപ്പൊ നമുക്കൊന്ന് അന്വേഷിക്കാം, എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാറൂനിനെ ഭൂമിയിലേക്ക് ആഴ്ത്തിയതിനെ കുറിച്ച് പറയുന്നത്? 28-ാം അധ്യായം സൂറത്തു അൽ ഖസസ് 81-ാമത്തെ ആയത്ത്. 81-ാമത്തെ ആയത്തിൽ കാണാം, ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ് ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറുനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മിനൽ മുൻതസിരീൻ. അങ്ങനെ അവനെയും അഥവാ ഖാറൂനെയും അവന്റെ വീടിനെയും നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. ഇത് ലോകത്തിനൊരു ദൃഷ്ടാന്തമാണ്, ഒരു പാഠമാണ്, ഒരു ഇബറത്താണ്, ഒരു തഹ്ദീറാണ്, തക്കീതാണ്, മുന്നറിയിപ്പാണ്. നോക്കൂ, അപ്പോൾ അള്ളാഹുവിന് പുറമെ തന്നെ സഹായിക്കുന്ന ഒരു കക്ഷിയും അവനുണ്ടായില്ല. അവന്റെ കൂടെ ഹാമാനുണ്ട്, അവന്റെ കൂടെ ആരുണ്ട്? ഫിറഔനുണ്ട്. ഫിറഔന്റെ വലിയ സംഘങ്ങളുണ്ട്, പടപ്പുറപ്പാടുണ്ട്. പക്ഷെ ഒരാൾക്കും അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്വയം രക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. മൂപ്പര് വലിയ പൈസക്കാരനാണല്ലോ, എന്നാ മൂപ്പരുടേതായ ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? നടന്നില്ല. അതങ്ങനെയാണ്, ചില നിമിഷങ്ങൾ നടക്കൂല. ലോകത്തെ ഏറ്റവും VIP താമസിക്കുന്ന ഒരു സ്ഥലമാണ് കത്തിയാമരുന്നത്. ഞാൻ ശരിക്കത് ഖുതുബ പറയണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നിങ്ങളോട് അതൊന്നും ഖുതുബ പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ പ്രബുദ്ധരാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. ഈ എന്താ പറയാ, നാട്ടിൽ നടക്കണ വിഷയമൊക്കെ മിമ്പർമ കയറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായ കാര്യങ്ങൾ അത് വെറുതെ മിമ്പർമെന്ന് പറയണ്ടല്ലോ.
ഇവിടെ ഒരു നിമിഷം മതി അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഒരു പ്രദേശം മുഴുവനും വിഐപികളും വിവിഐപികളും ലോകത്തറിയപ്പെട്ടവരും അറബ് ലോകത്തുള്ള പ്രമാണിമാരായ ആളുകൾ പോലും സ്ഥലം മേടിക്കുകയും പാലസുകൾ പണിയുകയും എന്നിട്ട് അതൊരു അഭിമാനമായി കാണുകയും ചെയ്ത പ്രദേശം മുഴുവനും ചാരമായി മാറ്റാൻ ഏതാനും ദിവസങ്ങൾ പോലും വേണ്ടി വന്നില്ല. അത്രയുള്ളൂ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത്രേ ആവശ്യമുള്ളൂ. എല്ലാം കൂടെ തീർത്ത് കളയാൻ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം പരീക്ഷകൾ റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാക്കുമാറാകട്ടെ. ഇവിടെ ഖാറൂനെ താഴ്ത്തിയതുപോലെ നിങ്ങളെയും താഴ്ത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ എന്നാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി അല്ലാഹു തആലയോട് പറയുന്നുണ്ട്, ഫഇദാ ഹിയ തമൂർ, അപ്പോൾ അത് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കിതൊന്ന് പരിശോധിച്ച് നോക്കാം. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് പറയാണ്, ഹാദാ തഹ്ദീദുൻ വവഈദുൻ, ഇതൊരു ഭീഷണിയാണ്, താക്കീതുമാണ്. അതായത് ഭയപ്പെടുത്തി അറിയിക്കണം അല്ലാഹു തആല. കുഫാറുകളെ ഭയപ്പെടുത്തണം, താക്കീത് നൽകാൻ. ലിമനിസ്തമറ ഫീ തുഗ്യാനിഹി വതഅദീഹി, അതിക്രമത്തിലും വിടുന്നവർക്കും ഉള്ള, അതായത് നിരന്തരം, 1-2 തവണയല്ല, ഈ നിരന്തരമായി അതിക്രമത്തിലും അതിരുവിടുന്നതിലുമായിട്ട് കഴിയുന്ന ആളുകൾക്കുള്ള ഭീഷണിപ്പെടുത്തലും താക്കീതുമാണിത്. വഇസ്യാനിഹി, അയാളുടെ എതിര് പ്രവർത്തിക്കൽ കാരണത്താലും, അതായത് എതിര് പ്രവർത്തിക്കുക, അള്ളാഹ്ക്കെതിര് പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള അൽ മൂജിബി ലിന്നകാൽ, അതിന് പകരമായിട്ട് ദുരന്തം സംഭവിക്കുന്നു. വഹുലൂലിൽ ഉഖൂബ, ശിക്ഷ ഇറങ്ങുകയും ചെയ്യുന്നു. മനുഷ്യർ കുഫറിലും മാസിയത്തിലുമായി അള്ളാഹ്ക്കുള്ള ധിക്കാരത്തിലായി ജീവിക്കുന്നിടത്തുണ്ടാകുന്ന അതിനുള്ള പകരം എന്താണ് ഉണ്ടാകുക? ഒന്ന് ദുരന്തം സംഭവിക്കുന്ന മുസീബത്തിറക്കും. മനുഷ്യർ തിന്മയിൽ മുഴുകിയാൽ മുസീബത്തിറങ്ങും, പിന്നെയോ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. ഇത് 2 നിലക്കുമാകാം. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മളിപ്പോ പ്രവേശിക്കണില്ല. എന്നിട്ട് ഫഖാല, ഇമാം സഅദി പറയാണ്, അല്ലാഹു തആല പറഞ്ഞു, അഅമിൻതും മൻ ഫിസ് സമാ, അതായത് ആകാശത്തുള്ളവനെ പറ്റി നിങ്ങൾ നിർഭയരാണോ? വഹുവ അല്ലാഹു തആല, അത് അല്ലാഹു തആലയാണ്. അൽ ആലി അലാ ഖൽഖിഹി, അവന്റെ സൃഷ്ടികളുടെ മേൽ ഉന്നതനായ അള്ളാഹുവാണത്. അപ്പൊ എല്ലാ സൃഷ്ടികളുടെയും മീതെ ഉന്നതനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കാരികളും താന്തോന്നികളുമായ ആളുകളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റി കുഫാറുകളെ, മക്കയിലെ മുശ്രിക്കുകളെ നിങ്ങൾ നിർഭയരായിരിക്കണോ? ഒരിക്കലും നിങ്ങൾ നിർഭയരാകണ്ട. എന്നിട്ട് പിന്നെ വരി എന്താ? അയ്യഹ്സിഫ ബികുമുൽ അർദ, അതായത് നിങ്ങൾ അവൻ ഭൂമിയിൽ ആഴ്ത്തുന്നതിനെ പറ്റി. ഫഇദാ ഹിയ തമൂർ, അപ്പോൾ അത് ഇളകി ശോഭിച്ച് മറിയുന്നതിനെ പറ്റി. എന്നിട്ട് ഇമാം സഅദി പറയാണ്, ബിക്കും വതൽതരിബു, നിങ്ങളെയും കൊണ്ട് അത് ഇളകിക്കൊണ്ടിരിക്കും. ഹത്താ തുത്രിഫക്കും വതുഹ്ലികക്കും, നിങ്ങളെ നശിപ്പിക്കുകയും ഇല്ലാതെയാക്കുകയും ചെയ്യുന്നതുവരെ ആ ഭൂമി അങ്ങനെ ഇളകുകയും നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരായിരിക്കണോ എന്നാണ്. അതോ ഒന്ന് ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടും, രണ്ടാമത്തത് അതിന്റെ പ്രകമ്പനവും അതിന്റെ എന്താ പറയാ ആ ഒരു വല്ലാത്ത ഇളക്കവും ഒക്കെ മനുഷ്യരെ നാശത്തിലേക്ക് നയിക്കും. സിൽസാലുകൾ, അതുപോലുള്ള സംഭവങ്ങൾ, ഇതൊക്കെ ഇതിനൊക്കെ തൊട്ട് നിങ്ങൾ അശ്രദ്ധരാണോ? എന്താണ് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകാത്തത്? ഇത്രയും മുന്നറിയിപ്പുകളും താക്കീതുകളും അള്ളാഹുവിന്റെ 2 നിലക്കും കൗനിയായ ശറഈയായ 2 ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടും നിങ്ങൾ എന്തുകൊണ്ട് നേർമാർഗത്തിലേക്ക് വരുന്നില്ല? കുഫാറുകൾ അല്ലാഹു തആല ഭീഷണിപ്പെടുത്താൻ ശേഷം റബ്ബുൽ ഇസ്സത്ത് പറയാണ്, അം അമിൻതും, നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അതോ നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? മൻ ഫിസ് സമാ, ആകാശത്തുള്ളവനെ പറ്റി. എന്താണ്? അയ്യുർസില, അവൻ അയക്കുന്നതിനെ പറ്റി. എന്തയക്കും? അലൈക്കും, നിങ്ങളുടെ മേൽ, ഹാസിബൻ, ചരൽക്കാറ്റിനെ. അതോ ആകാശത്തിലുള്ളവനായ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ നിർഭയരായി തീർന്നോ? എന്താണ്? അവൻ നിങ്ങളുടെ മേൽ ചരൽക്കാറ്റിനെ അയക്കുന്നതിനെ പറ്റി. ഫസതഅലമൂന കൈഫ നദീർ, എന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളും എങ്ങനെയാണ് എന്റെ താക്കീത് എന്ന്. എന്റെ താക്കീത് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുന്നതാണ്. അത് 2 കാര്യം കൊണ്ടാണ് അല്ലാഹു തആല ഈ 2 ആയത്തിൽ ഭീഷണിപ്പെടുത്ത്. ഒന്ന് ഭൂമിയിൽ താഴ്ത്തും,
2 അള്ളാഹു ചരൽ കാറ്റയക്കുന്നതാണ്. ഇത് രണ്ടും 2 സമൂഹങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയാ മുൻഗാമികളിൽ അള്ളാഹു താല നൽകിയ ശിക്ഷയിൽപ്പെട്ടതാണ്. ഈ 2 ശിക്ഷയും അള്ളാഹു താല വിശുദ്ധ ഖുർആനിൽ നമുക്ക് എടുത്തു പറഞ്ഞുതരാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പൊതുശിക്ഷകളെ കുറിച്ചുള്ള ഭീഷണിപ്പെടുത്തലുകളും താക്കീതുകളും കാണുമ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ മക്കാ മുശ്രിക്കുകളെ പോലെ നമ്മൾ എന്താകരുത്, അശ്രദ്ധരാകരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ദുരന്തങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ, ഈ 20 കൊല്ലത്തിനിടക്ക് നടന്ന ദുരന്തങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ചെറുതൊക്കെ നമ്മളെ വല്ലാതെ പേടിപ്പെടുത്തുന്നതാണ്. അതിൽ പകർച്ചവ്യാധികളുണ്ട്, ഭൂമികുലുക്കങ്ങളുണ്ട്, ഉരുൾപൊട്ടലുകളുണ്ട്, പേമാരികളുണ്ട്, ഇതുപോലെ കാട്ടുതീകളുണ്ട്. എല്ലാം നിങ്ങൾ പരിശോധിച്ച് നോക്കി. 2 തലത്തിനാണ്. ഒന്ന് പരീക്ഷണമാണ്, മറ്റൊന്ന് ശിക്ഷയാണ്. ഈ വരുന്നത് ശിക്ഷയാണോ പരീക്ഷണമാണോ എന്നുള്ളത് ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിനറിയുള്ളൂ. പക്ഷെ എന്തായാലും അതിൽ രക്ഷപ്പെടാൻ കഴിയുക മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. ഒന്നുമില്ലെങ്കിൽ അവന്റെ ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും അതുപോലെ ഇസ്തിഗ്ഫാർ കൊണ്ടുമൊക്കെ അത്തരം ശിക്ഷകൾ അള്ളാഹു നീക്കിയേക്കാം. അതല്ല, ഒരു മുസീബത്ത് ബാധിക്കുന്നത് നിങ്ങളിൽ എല്ലാവരെയുമായിട്ടായിരിക്കുന്നതാണ്. അള്ളാഹു തആല പറഞ്ഞ ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈമാനുള്ളവനും അതിൽ പെട്ടേക്കും. പക്ഷെ ഓന്റെ ഈമാനിനാൽ ഇൻഷാ അല്ലാഹ് അവൻ എന്ത് ചെയ്യാൻ പറ്റും? ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റിയേക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്തരം പൊതുവിപത്തുകൾ ഇറങ്ങരുത് എന്ന നിലക്ക് തന്നെ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. പൊതുവിപത്തുകൾ ഇറങ്ങരുത്. ഇതിപ്പോ നമുക്കിങ്ങനെ പല ചർച്ചയും നമ്മൾ യൂട്യൂബൊക്കെ ഇങ്ങനെ തുറന്നുണ്ടല്ലോ. ഇങ്ങനത്തെ സീസണിലൊക്കെ ഞാനത് അടച്ചക്കല. കാരണം ചില വേണ്ടതും വേണ്ടാത്തതും മുഴുവനും ചവറ് പോലെ കൂരിട്ടിട്ട് സബ്സ്ക്രൈബ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ആൾക്കാർ. ഇപ്പോൾ നമ്മളതൊന്ന് പാടെ ഉൾക്കൊള്ളാനല്ല ആൾക്കാർ ശ്രദ്ധിക്കണം. ഇതിന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണ്, അല്ലെങ്കിൽ ഇത് അള്ളാഹു തആലക്ക് നമ്മുടെ പരിസരത്ത് വരുത്താൻ പണിയൊന്നുമില്ല. ഒരു കാട്ടുതീ വരുത്താൻ ഒരു പണിയില്ല. നിങ്ങളില്ലേ പച്ചക്ക് മരങ്ങൾ ഇങ്ങനെ നിന്ന് കത്തണത്, പച്ചക്ക് എല്ലാം ചാരമാക്കപ്പെടാൻ നിമിഷ നേരങ്ങൾ മതി. അള്ളാഹു തആല കാക്കട്ടെ. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ഇസ്തിഗ്ഫാറാണ് മെയിനായിട്ട്. കാരണം എന്താ? ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞെന്ന് വെച്ചാല് അവനെ, അതുപോലെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതും അഹ്ലുസുന്ന പഠിപ്പിക്കുന്നതും അവനെ പൊതുവിപത്തുകൾ ബാധിക്കില്ല എന്നാണ്. പൊതുവിപത്തുകൾ ഒരു പക്ഷേ അള്ളാഹു തആല അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയേക്കാം. ഇനി അഥവാ ബാധിച്ചാലോ ഖദ്റല്ലാഹു മാ ശാ ഫഅൽ. ഓന് ബാധിച്ചാലും ബാധിച്ചെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം 2 ലോകത്തിന് ഖൈറിനെ ഉണ്ടാവുള്ളൂ. ഇരിക്കട്ടെ. അപ്പൊ അത് ബാധിക്കാതിരിക്കാൻ ഇസ്തിഗ്ഫാർ പതിവാക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞൊരു വിഷയം എന്താ? അതല്ലെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളുടെ നേരെ ഒരു ചരൽ വർഷം അയക്കുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്റെ താക്കീത് എങ്ങനെയുണ്ടെന്ന് വഴിയെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുന്നതാണ്. ഫസതഅലമൂന കൈഫ നദീർ. ഇത് മനസ്സിലാക്കുന്നിടത്ത് ഞാൻ നിങ്ങൾക്ക് 1-2 ആയത്തുകൾ പറഞ്ഞുതരാം. അത് എന്റെ വകതിലൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ആയത്ത് പറയുന്നത്. 54-ാമത്തെ അധ്യായം സൂറത്തു അൽ ഖമർ. സൂറത്ത് ഖമറിന്റെ 33-ാമത്തെ ആയത്ത് മുതൽക്ക് നിങ്ങളൊന്ന് താഴത്തേക്ക് പോകാം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതൊരു പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ബന്ധു ഇമാമു അബുൽ അംബിയ ഇമാമുൽ ഹുനഫ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അദ്ദേഹത്തിന്റെ ബന്ധുവായ മഹാനായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം. ആ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറഞ്ഞ വാക്കെന്തറിയോ? കദ്ദബത് ഖൗമു ലൂത്തിൻ ബിന്നുദുർ. ലൂത്തിന്റെ ജനത താക്കീതുകളെ നിഷേധിച്ചു കളഞ്ഞു. ലൂത്തിന്റെ ജനത അലൈഹിസ്സലാത്തു വസ്സലാം ആ ഖൗമ് താക്കീതുകൾ, അഥവാ അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് വഹിയായി കിട്ടുന്ന കാര്യങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതിന് അവര് നിഷേധിച്ചു കളഞ്ഞു. അപ്പൊ എന്താണ്ടായത്? അല്ലാഹു പറയാണ്, ഇന്നാ അർസൽനാ അലൈഹിം ഹാസിബ ഇല്ലാ ആല ലൂത്ത് നജ്ജൈനാഹും ബിസഹർ. തീർച്ചയായും നാം അവരുടെ നേരെ ഒരു ചരൽ കയറ്റയച്ചു. ലൂത്തിന്റെ കുടുംബം അതിൽ നിന്ന് ഒഴിവായിരുന്നു. രാത്രിയുടെ അവസാന സമയത്ത്, സഹർ എന്ന് പറഞ്ഞാൽ സുഹൂർ, അത്താഴത്തിന്റെ സമയം, നമ്മൾ പുതച്ചു മൂടി കിടക്കണ നേരത്താണ് പലപ്പോഴും ശിക്ഷ വരല്. നിങ്ങൾ ശിക്ഷകളെ കുറിച്ചൊക്കെ പരിശോധിച്ച് നോക്കി.
ആ സമയത്താണ് ആളുകളൊക്കെ സുഖാലസ്യത്തിൽ. കാരണം ഏത് ഉറങ്ങാത്ത മനുഷ്യനും ഉറക്കം തൂങ്ങുന്ന ഒരു സമയമാണ് ഒരു 2 മണിക്ക് ശേഷം ഒരു 5:30-6 മണി വരെ. അപ്പോഴാണ് നമ്മളോട് അള്ളാഹ് പറഞ്ഞത് സുഹൂറിന്റെ സമയത്ത് എന്ത് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. മുഅ്മിനീങ്ങൾ ആ നേരത്തെ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ അടുത്ത ചെയ്യാം, കടന്നുറങ്ങല്ല. അള്ളാഹു സഹായിക്കട്ടെ. ആ സമയത്ത് അവരെന്ത് ചെയ്തു? നാം രക്ഷപ്പെടുത്തി. നിഅമത്തൻ മിൻ ഇൻദിനാ, നമ്മുടെ പക്കൽ നിന്നുള്ളൊരു അനുഗ്രഹം എന്ന നിലയിൽ. അപ്പൊ നൂഹ് നബി ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് പറയാം. ഇതേ സംഗതി തന്നെ ചരൽ വർഷം അയക്കും എന്നത് അള്ളാഹ് സമൂഹത്തിൽ തെളിയിച്ചതാണ്. അള്ളാഹിന്റെ മുൻ പ്രവാചകന്മാരുടെ സമൂഹത്തിന് അള്ളാഹു നൽകിയ ശിക്ഷ കൊണ്ട് ഉമ്മത്തി മുഹമ്മദിനെ താക്കീത് നൽകുകയാണ് അള്ളാഹു തആല. 51-ാം അധ്യായം അതിന്റെ 33 സൂറത്ത് ദാരിയാത്തിന്റെ 33-ൽ ഈ ഏറ് ഒന്നും കൂടി വിശദീകരിച്ചാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു വശത്ത് അള്ളാഹു ചുരുക്കി പറയും, അത് വേറൊരു വശത്ത് അള്ളാഹു അതൊന്നും കൂടി വിശാലാക്കി പറയും, മറ്റൊരു വശത്ത് അതിന്റെ കാര്യകാരണങ്ങളൊക്കെ പറയും. ഇതിങ്ങനെ ഇടകലർത്തിയ ഒരു രീതിയാണ് വിശുദ്ധ ഖുർആന്റേത്. ഇതെല്ലാം ഇടകലർത്തിയ രീതിയാണ് വിശുദ്ധ ഖുർആന്റേത്. സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ് ഖുർആന്റെ ഭാഷാ സൗന്ദര്യം, അതുപോലെ ആശയ സമന്വയവും ഒക്കെ ഭയങ്കര രസമാണ്. എല്ലാതും കൂടി ഒരിടത്ത് പറയല്ല, പിന്നെ പല ഭാഗത്തായിട്ട് ഇതിന്റെ അലകും കൂലൊക്കെ ഇങ്ങനെ അടുക്കിച്ച പോലെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് അള്ളാഹു തആല പറഞ്ഞുതരും. അതിന്റെ ഒരു രീതിയാണത്. എന്താ രീതി അറിയോ? അള്ളാഹു പറഞ്ഞുതരാണ് എങ്ങനെയാണ് ഈ ഹാസിബ് ചരൽക്കാറ്റ് അയച്ചത്. അള്ളാഹു പറഞ്ഞു തരുമോ? ഖാലൂ ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമിൻ മുജ്രിമീൻ. അവര് പറഞ്ഞു, ഞങ്ങൾ കുറ്റവാളികളായ ജനതയിലേക്ക് അയക്കപ്പെട്ടതാകുന്നു. അത് റസൂലുമാര് വന്നു, മലക്കുകൾ ആരുടെ അടുത്ത്? ഇബ്രാഹിം നബിന്റെ അടുത്ത്. അപ്പൊ ഇബ്രാഹിം നബി ചോദിച്ചു, അല്ല നിങ്ങളെ അവസ്ഥ, നിങ്ങൾ എങ്ങടാ പോണത്? അപ്പൊ അവര് പറയണ മറുപടി, ലിനുർസില അലൈഹിം ഹിജാറതം മിൻ തീൻ, കളിമണ്ണ് കൊണ്ടുള്ള കല്ലുകൾ ഞങ്ങൾ അവരുടെ നേരെ അയക്കാൻ വേണ്ടി. മുസവ്വമതൻ ഇൻദ റബ്ബിക ലിൽ മുസ്രിഫീൻ, അതിക്രമകാരികൾക്ക് വേണ്ടി തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ അടയാളപ്പെടുത്തപ്പെട്ട കല്ലുകളാണ്. ഫഅഖ്റജ്നാ മൻ കാന ഫീഹാ മിനൽ മുഅ്മിനീൻ. കണ്ടോ, ആ അക്രമികളെല്ലാം മുഴുവൻ നശിപ്പിച്ചപ്പോൾ അല്ലാഹ് രക്ഷപ്പെടുത്തിയതാരെ? അപ്പോൾ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരായി അവിടെ ഉണ്ടായിരുന്നവരെ നാം പുറത്തു കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി. ഇവിടെ റബ്ബ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് ചരൽ കല്ല് എറിഞ്ഞു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനത്തതാണ് അള്ളാഹ് ഇവിടെ പറയണത്? കളിമണ്ണ് കൊണ്ടുള്ള കല്ലുകൾ, അതും അള്ളാന്റെ അടുത്ത് മുസവ്വമതൻ ഇൻദ റബ്ബിക, സീല് കുത്തിയ കല്ല്. അതാണ് ഹിജാറത്തൻ മിൻ സിജ്ജീൽ. അതന്നെയാണ് ആരെ തലക്കെറിഞ്ഞത്? ആരെ തലക്കെറിഞ്ഞത്? മക്ക കഅബാലയത്തെ പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിന്റെ ആനപ്പടയുടെ തലയിൽ എറിഞ്ഞത് ഈ അടയാളപ്പെടുത്തപ്പെട്ട കല്ലുകളാണ്. ഇതൊക്കെ നല്ല ബന്ധമുണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ചു പോകല്ല, ഇതിനൊക്കെ നല്ല ബന്ധങ്ങളുണ്ട്. ഇനി നിങ്ങൾ ആലോചിക്കും, ഈ ആയത്തിനെ പഠിക്കുന്നിടത്ത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമിന് നേരെ അല്ലാഹു തആല ചരൽ വർഷം അയച്ചു. അതുപോലെ നിങ്ങളുടെ മേലും ഞാൻ ചരൽ വർഷം അയക്കും. നിങ്ങൾ പേടിക്കാതെ സമാധാനത്തിലിരിക്കണോ? നിങ്ങൾ എത്ര നിർഭയത്വത്തിലാ? അങ്ങനെ ഒരു നിർഭയത്വം വേണ്ടതില്ല എന്നാണ് അള്ളാഹ് ഇവിടെ പറയണത്. ഏത് നിമിഷവും നിങ്ങൾക്ക് അത് സംഭവിക്കാം. ആ പണി നിങ്ങൾ ചെയ്ത നിങ്ങൾക്ക് ആ പണിയുണ്ട്, അതുപോലത്തെ ശിക്ഷ ഉണ്ടാകുന്നതാണ്. ഇതൊരു ഭീഷണിപ്പെടുത്തലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തഹ്ദീദാണ്, വഈദാണ്. താക്കീദാണ്, ഭീഷണിയാണ്, താക്കീദാണ്. ഒരുപക്ഷെ അള്ളാഹ് നൽകിയേക്കാം, ചിലപ്പോൾ അല്ലാഹു തആല പുറത്തു കൊടുത്തേക്കാം. അത് അള്ളാഹിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമുക്കിതൊന്ന് പരിശോധിച്ച് നോക്കാം. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമിന് നേരെ അല്ലാഹു തആല ചരൽ വർഷം അയച്ചു. 2 കാണാൻ പറ്റും ഈ സംഗതി. 2 ഒരുപാട് സ്ഥലത്തുണ്ട്. ഞാൻ 2 മാത്രം പറയാം. ആയത്തിനെയുള്ള മനസ്സിലാക്കേണ്ടത്. 15-ാമത്തെ അധ്യായം സൂറത്ത് ഹിജ്റിന്റെ 73 മുതൽക്കുള്ള ആയത്തുകൾ. അതിന്റെ രീതി അള്ളാഹ് ഇങ്ങനെ പറഞ്ഞുതരാണ്. വെറും ഹാസിബ് മാത്രല്ല, പിന്നെയോ അള്ളാഹ് പറഞ്ഞെന്നറിയോ? فأخذتهم الصيحة مشرقين فجعلناها عاليها سافلها وأمطرنا عليهم حجارة من سجيل إن في ذلك لآيات للمتوسمين. എന്ത്
അർത്ഥവത്തായ അല്ലെങ്കിൽ മനസ്സിന് വല്ലാതെ കുലുക്കണ വാക്കുകളാണ്. അങ്ങനെ സൂര്യോദയത്തോടെ ആ ഘോര ശബ്ദം അവരെ പിടികൂടി. ഇത് ഒരു സമൂഹത്തെക്കുറിച്ച് അല്ലാഹ് ഇങ്ങനെ പറഞ്ഞു തരാണ്. ഈ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തെ കുറിച്ച് അല്ലാഹ് അങ്ങനെ പറഞ്ഞു തരാണ്. എന്നിട്ട് അങ്ങനെ ആ രാജ്യത്തെ നാം തല കീഴായി മറിക്കുകയും ചുട്ടു പഴുത്ത ഇഷ്ടിക കല്ലുകൾ അവരുടെ മേൽ നാം വർഷിക്കുകയും ചെയ്തു. ഈ ലൂത്ത് നബിന്റെ സമൂഹത്തെ നശിപ്പിക്കുന്നിടത്ത് അല്ലാഹ് പറയണ ഒരു കാര്യം, ഒന്ന് ചരൽക്കാറ്റയച്ചു, രണ്ട് ഒരു ഘോര ശബ്ദം പിടികൂടി, 3 അല്ലാഹു തആല രാജ്യത്തെ തല കീഴായി മറിച്ചു എന്നാണ്. കാരണം അവർ ചെയ്തൊരു പണി ഉണ്ടായിരുന്നു. എന്താ പണി? അതാണ് സഡോമിസം എന്ന് പറയും. സോദോം നിവാസികൾ അവരെ കുറിച്ച് പറയാം. സഡോമിസം, സ്ത്രീയെ ഇണയായി സ്വീകരിക്കുന്നതിന് പകരം പുരുഷനെ തന്നെ ഇണയായി സ്വീകരിക്കുന്ന ഒരു വൃത്തികെട്ട ഏർപ്പാട് ആ സമൂഹത്തില് തുടക്കം കുറിച്ചത്. അതുകൊണ്ടാണ് ലൂത്ത് നബിന്റെ ഖൗമിന്റെ സ്വഭാവം എന്നൊക്കെ പറയും. ആധുനിക കാലത്ത് അത്തരം സംഭവങ്ങൾ മഠങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ദർസുകളിൽ, അതുപോലുള്ള ഹോസ്റ്റലുകളിൽ അല്ലെങ്കിൽ മറ്റുള്ളിടങ്ങളിൽ, മദ്രസകളിൽ ഒക്കെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ പറയും അത് ലൂത്ത് നബിന്റെ ഖൗമിന്റെ സ്വഭാവമാണ്. അല്ലാഹു തആല കാക്കട്ടെ നമ്മളെയും നമ്മുടെ മക്കളെയൊക്കെ ഇത്ര ശർറിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ മുതവസ്സിമീന. എന്നിട്ട് റബ്ബ് പറയാ, നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൽ പല ദൃഷ്ടാന്തമുണ്ട്. എന്ത്? നിരീക്ഷിച്ചിട്ട് മനസ്സിലാക്കണം. വെറുതെ വായിച്ചു പോകണമെന്നൊന്നും കിട്ടൂല. ഓരോന്നൊന്നും പാഠങ്ങളുണ്ട്, അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരായത്തും കൂടി 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദിന്റെ 82-ാമത്തെ ആയത്ത്. അവിടെ അല്ലാഹു തആല പറഞ്ഞത് നേരത്തെ പറഞ്ഞൊന്ന് വ്യക്താക്കി. ഫലമ്മ ജാഅ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹാ ഹിജാറത്തൻ മിൻ സിജ്ജീലിൻ മൻദൂദ്. അങ്ങനെ അള്ളാന്റെ കൽപ്പന വന്നു. നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ രാജ്യത്തെ നാം കീഴ്മേൽ മറിക്കുകയും അട്ടിയായി ചൂളവെച്ച ഇഷ്ടിക കല്ലുകൾ നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു. എന്നിട്ട് പറയാണ്, മുസവ്വമതൻ ഇൻദ റബ്ബിക വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്. നിന്റെ റബ്ബിന്റെ അടുക്കൽ അടയാളം വെക്കപ്പെട്ടവയത്രേ കല്ലുകൾ. അപ്പൊ ഇങ്ങനെ 4 തരം ശിക്ഷകൾ കൊണ്ടാണ് അല്ലാഹു തആല ആ ഒരു ജനതയെ പരീക്ഷിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല കാക്കട്ടെ. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, ഇത്രയും ആയത്ത് ഓതിട്ട് അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ. അതല്ലെങ്കിൽ ആകാശത്തുള്ളവൻ അല്ലാഹു തആല നിങ്ങളുടെ നേരെ ഒരു ചരൽ വർഷം അയക്കുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കാണോ? ആരിലേക്ക്? ലൂത്ത് നബിയുടെ സമുദായത്തിലേക്ക്, മുൻഗാമികളിലേക്ക് അയച്ചതുപോലെ. അതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ അദാബൻ മിനസ് സമാഇ യഹ്സിബുക്കും വയന്തഖിമുല്ലാഹു മിൻകും. ആകാശത്തു നിന്ന് ശിക്ഷയായി നിങ്ങളുടെ മേൽ ചരൽ കല്ലയക്കും അല്ലാഹു തആല, എറിയും. എത്രത്തോളം? അള്ളാഹു നിങ്ങളോട് പ്രതികരിക്കുന്നതാണ്, ശിക്ഷാ നടപടി എടുക്കുന്നതാണ്. മുൻഗാമികളെ അടയാളം വെച്ച കല്ലുകൊണ്ട് എറിഞ്ഞതുപോലെ നിങ്ങൾ അല്ലാഹു തആല എന്ത് ചെയ്യും? ചരൽ വർഷം നടത്തും. ഇവിടെ ഐ യുർസില അലൈക്കും ഹാസിബ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ചരൽ വർഷം എന്ന് പറഞ്ഞാൽ ശരിക്കും തഫ്സീർ എന്താ പറയുക? വഹിയ അൽ ഹിജാറ എന്നാണ്. അപ്പൊ സാധാരണ ചരല് പറഞ്ഞാൽ നമ്മളെ മനസ്സിലുണ്ട് എന്താ ചരല്? അതുകൊണ്ട് എപ്പോഴും പറയില്ല, നിങ്ങള് മലയാള പരിഭാഷ വായിച്ചിട്ട് ഖുർആൻ പറഞ്ഞെന്നാൽ ഭയങ്കര പ്രശ്നമാണ്. മലയാളത്തിൽ ഇങ്ങനെ അർത്ഥം കൊടുക്കാം നമ്മൾ, ഹാസിബ. പക്ഷെ ശരിക്കും ഹാസിബ എന്താ? ഐ വഹിയ അൽ ഹിജാറ, കല്ലുകളാണ്. അത് അത്യാവശ്യം സൈസും വലിപ്പമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വലിപ്പം ഉണ്ടാവും കല്ലുകൾ. അത് അല്ലാഹു തആല എങ്ങനെയാണുള്ളത്? കമാ ഉർസില അലാ ഖൗമി ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഖൗമിന്റെ നേരെ അയച്ചതുപോലുള്ള കല്ലുകൾ ആർക്ക് നേരെ അയക്കും? നിങ്ങൾക്ക് നേരെ അയക്കുന്നു. അല്ലാഹു തആല ഈ ആയത്തിലൂടെ അറിയിക്കാണ്. അതായത് ഈ സമൂഹത്തിന് നേരെ അയക്കുമെന്നാണ്. ഇതൊരു തഹദീദും വഈദുമാണ്. ഫസതഅലമൂന കൈഫ നദീർ. എന്നിട്ട് അല്ലാഹു ചോദിക്കാൻ, എന്നാൽ എന്റെ താക്കീത് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുന്ന. അതായത് കൈഫ യഅതീകും മാ അൻദർതുകും ബിഹിർ റുസുലു വൽ കുതുബ്. നിങ്ങളുടെ ദൂതന്മാരും ഗ്രന്ഥങ്ങളും നിങ്ങൾക്ക് എന്തൊന്നുകൊണ്ടാണോ താക്കീതുമായി വന്നിട്ടുള്ളത് അത് നിങ്ങൾ അപ്പോൾ കാണും. ഈ അയക്കുന്നതിലൂടെ നിങ്ങൾ നാശമടയും.
നിങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കടുത്ത പിടുത്തത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. എത്രത്തോളം എല്ലാം നിങ്ങൾ കാണും എന്ന് പറഞ്ഞാല്, നിങ്ങളുടെ റസൂലുമാരും കിതാബുകളും നിങ്ങൾക്ക് എന്തുകൊണ്ടാണോ താക്കീതുമായി വന്നത്, അതൊക്കെ ഒന്ന് ദുനിയാവിലെ ശിക്ഷയാണ്, രണ്ടാമത്തതോ നരകത്തിലെ ശിക്ഷയാണ്. അതാ നേരത്തെ പഠിച്ചത്. എന്ത് മലക്കുകൾ ചോദിക്കൂലേ നരകത്തിന്റെ അടുത്തെത്തുമ്പോ, അലം യഅതികും നദീർ. ഇതങ്ങോട്ടാ പോണ്ടത്, ഇത് മടക്കണ്ട അങ്ങോട്ടാണ് ചോദിക്കുന്നത്. ഫലാ തഹ്സബു അന്ന അംനകും മിനല്ലാഹി അയ്യുആഖിബകും. ഇമാം സഅദി പറയാണ്, അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണ്. ബിഇഖാബിൻ മിനൽ അർളി വമിനസ് സമാ. ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നുമുള്ള വല്ല ശിക്ഷയും നിങ്ങളെ ബാധിക്കൂല, നിങ്ങൾ അല്ലാഹു ശിക്ഷിക്കൂല എന്ന് കരുതിയിട്ട് നിങ്ങൾ നിർഭയരായി താന്തോന്നികളായി കഴിയുകയാണ്. യൻഫഉകും, അത് നിങ്ങൾക്ക് ഉപകാരമാകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതായത് നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് നിങ്ങൾ കണക്കാക്കരുത്. ഏത് നിമിഷവും ശിക്ഷ വരാമെന്നാണ്. നമ്മൾ പറയില്ലേ, പേടിപ്പിച്ചിട്ടേ ശരിക്ക് ഭയപ്പെടുത്താണ്. കാരണം മക്കത്തെ മുശ്രിക്കുകളോട് അല്ലാഹു പറയണത്, നിങ്ങൾ ചെയ്ത ഈ പണി മുൻഗാമികൾ ചെയ്തിട്ടുണ്ട്, അവർക്കുണ്ടായ അദാബ് എന്താണ്? ഒന്ന് ഭൂമിയിൽ ആഴ്ത്തലാണ്, രണ്ട് ഹിജാറത്ത് കല്ലുകൊണ്ട് അല്ലാഹു തആല മോളുന്നെറിഞ്ഞ് ശിക്ഷിക്കലാണ്, അല്ലെങ്കിൽ അല്ലാഹു ഏൽപ്പിച്ച സംവിധാനം. അത് പക്ഷികളാകാം, അല്ലെങ്കിൽ മറ്റെന്തും ആവാം. അത് നിങ്ങൾക്കും വരുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണെന്നോ. ഫസതജിദൂന ആഖിബത അംരിക്കും സവാഉൻ ത്വാല അലൈക്കുമുസ് സമാനു ഔ ഖസ്റ. എന്നിട്ട് വല്ലാത്തൊരു വാക്കായി ഇമാം സഅദി പറഞ്ഞ, നിങ്ങളുടെ കാര്യത്തിന്റെ അന്ത്യം നിങ്ങൾ കണ്ടെത്തും, അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ മേൽ കാലം ദീർഘിക്കട്ടെ അല്ലെങ്കിൽ കുറയട്ടെ, നിങ്ങളിവിടെ കുറെ കാലം ജീവിക്കട്ടെ ജീവിക്കാതിരിക്കട്ടെ, എന്ത് നിങ്ങളുടെ കാര്യത്തിന്റെ അന്ത്യം, നിങ്ങളുടെ ആഖിബത്ത് അത് നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യുന്ന. ഇത് ശരിക്കും നിങ്ങൾ ആലോചിക്കണം. ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തോട് അല്ലാഹു തആല കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യരാണ് എന്താ ആലോചിക്കുക? താക്കീതാണ്, ഭീഷണിപ്പെടുത്താണ് അല്ലാഹു തആല. അപ്പൊ മടങ്ങും, ഖേദിച്ച് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാണ് വേണ്ടത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു പരീക്ഷണാക്കി വെച്ചു. എല്ലാവരും അതനുസരിച്ച് മാറിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് പിന്നെ റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ കാര്യം തരുമോ? വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. വലഖദ് കദ്ദബ, ഇതിലൊരു ഓർമ്മപ്പെടുത്തലുണ്ട്, നബിയോടൊരു ആശ്വസിപ്പിക്കലുണ്ട്. എന്താ ഓർമ്മപ്പെടുത്തല്? വലഖദ് കദ്ദബ, നിഷേധിച്ചിട്ടുണ്ട് നബിയെ, അല്ലദീന മിൻ ഖബ്ലിഹിം, തീർച്ചയായിട്ടും അവർക്ക് മുമ്പുള്ളവരും, അഥവാ താങ്കൾ ആരിലേക്കാണോ ദൂതുമായി വന്നത് ഇവർക്ക് മുമ്പുള്ളവരും നിഷേധിച്ചിട്ടുണ്ട്. ഫകൈഫ, അപ്പോൾ എങ്ങനെ, കാന നകീർ, എന്നിട്ട് എന്റെ വെറുപ്പ്, എന്റെ നീരസം എങ്ങനെയായിരുന്നു എന്ന്. അതായത് എന്റെ പ്രതിഷേധം, എന്റെ വെറുപ്പ് അവരോട് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലേ എന്ന് നിലക്കാ ചോദിക്കണം. അതായത് തീർച്ചയായിട്ടും ഈ നിഷേധികളായ ആളുകളുടെ മുമ്പുള്ളവരും നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്, കുഫാറുകൾ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം കഴിഞ്ഞ് നൂഹ് നബി മുതൽക്ക് ഈസാ നബി വരെയുള്ള വലിയൊരു സമൂഹം, ഒരുപാട് ഉമ്മത്ത്, ഒരുപാട് പ്രദേശങ്ങൾ, അവിടെയുള്ളവരൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്റെ പ്രതിഷേധം, ആരുടെ? അള്ളാഹുവിന്റെ പ്രതിഷേധം, ആരോട്? ഈ നിഷേധികളോടുള്ള വെറുപ്പ് അതെങ്ങനെയായിരുന്നു എന്നാണ്. ഇതിനെ വിവരിക്കുന്നിടത്ത് ഇമാം സഅദി പറയാണ്, ഫഇന്ന മൻ ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ള വിഭാഗം ആളുകൾ, കദ്ദബൂ കമാ കദ്ദബതും, നിങ്ങൾ കളവാക്കിയതുപോലെ അവരും കളവാക്കിയിട്ടുണ്ട്. അതായത് അള്ളാഹുവിന്റെ റസൂലിനെ ഈ ഒരു സമൂഹം കളവാക്കിയതുപോലെ അവരും കളവാക്കി. നബിയെ അവര് കളവാക്കി, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് കളവാക്കി. എന്തൊക്കെ പറഞ്ഞവര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അള്ളാഹിന്റെ ദീൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ എന്തൊക്കെ കേൾക്കണം? എല്ലാ നബി കേട്ടു. സാഹിറ എന്ന് പറഞ്ഞു, ശിഅർ കവിയാണ്, കഹാനത്ത് ജ്യോത്സ്യമാണ്, അതുപോലെ മജ്നൂൻ ഭ്രാന്തനാണ്, അതുപോലെ അസാത്തിറുൽ അവലിൽ മുത്തശ്ശിക്കഥയാണ്, പഴംപുരാണ ചർച്ചയാണ്, പഴയ പുരാണങ്ങൾ എടുത്ത് പറയാണ്. എന്തൊക്കെ കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം?
ഒരുപാട് കേട്ടു. മാനസികമായി തളർത്താൻ ശ്രദ്ധിച്ചു, ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രദ്ധിച്ചു, സാമൂഹികമായ ആൾക്കൂട്ട ആക്രമണങ്ങൾ നടത്തി നബിക്കെതിരെ. പക്ഷെ അല്ലാഹു തആല ഇന്നാ കഫൈനാകൽ മുസ്തഹസിഈന, അല്ലാഹു ആശ്വസിപ്പിക്കണ വാക്കുകൾ നിരവധി ഉണ്ട്. ഇന്ന് നമ്മൾ ഓതിപ്പോയ സൂറത്തുൽ കഹ്ഫിൽ പോലും ഉണ്ട്. സൂറത്തുൽ കഹ്ഫിൽ പോലും നിങ്ങൾ പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് നബിനെ ആശ്വസിപ്പിക്കണം. ഇവിടെ ഞങ്ങൾക്ക് 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. അതിലൊന്ന് 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആം. സൂറത്ത് അൻആമിന്റെ 3-ാമത്തെ ആയത്ത്. എന്താണ് 3-ാമത്തെ ആയത്ത്? ക്ഷമിക്കണം, 34-ാമത്തെ ആയത്താണ്. എന്താ അവിടെ പറയുന്നറിയോ? ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുകല്ലദീന യഖൂലൂൻ യഹ്സുനുകല്ലദീ യഖൂലൂൻ ഫഇന്നഹും ലാ യുകദ്ദിബൂനക വലാകിന്നൽ-ളാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ. നബിയെ പറയാ, അവര് പറയുന്നത് നിനക്ക് വ്യസനമുണ്ടാക്കുന്നുണ്ട്, ദുഃഖമുണ്ടാക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം. ഉണ്ടാവൂലേ? നമുക്കുണ്ടാവൂലേ? നബി ഒരു മനുഷ്യനല്ലേ? ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. നമ്മളെപ്പോലെ തന്നെ വികാരം, വിചാരവും, വിഷമവും, ദുഃഖവും, സങ്കടവും, ചിരിയും എല്ലാം ഉണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ വികാരങ്ങളും, മാനുഷികമായ വികാരങ്ങൾ, നല്ല പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവര്. അപ്പൊ നിനക്ക് ദുഃഖമുണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും നമുക്കറിയാം. എന്നിട്ട് അള്ളാഹ് ആശ്വസിപ്പിക്കണം. എന്നാൽ യഥാർത്ഥത്തിൽ നബിയെ താങ്കളെയല്ല അവർ നിഷേധിച്ച് തള്ളുന്നത്. വലാകിന്നൽ-ളാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ. പ്രത്യുത അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് ആ അക്രമികൾ നിഷേധിക്കുന്നത്. എന്നിട്ട് പിന്നെ നബിക്കൊരു ആശ്വാസം നൽകുന്നുണ്ട്. എന്താ ആശ്വാസം അറിയോ? വലഖദ് കുദ്ദിബത് റുസുലും മിൻ ഖബ്ലിക وَلَقَدْ كُذِّبَتْ رُسُلٌ مِّن قَبْلِكَ فَصَبَرُوا عَلَى مَا كُذِّبُوا وَأُوذُوا حَتَّى أَتَاهُمْ نَصْرُنَا وَلَا مُبَدِّلَ لِكَلِمَاتِ اللَّهِ وَلَقَدْ جَاءَكَ مِن نَّبَإِ الْمُرْسَلِينَ. നബിയേ, താങ്കൾക്ക് മുമ്പും ദൂതന്മാർ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് തങ്ങൾ നിഷേധിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്തത് നമ്മുടെ സഹായം അവർക്ക് വന്നെത്തുന്നത് വരെ അവർ സഹിച്ചു. നബിയെ, നിങ്ങൾക്ക് മുമ്പുള്ള ദൂതന്മാർ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, പിന്നെയോ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു പറയാണ് എന്ത്? നമ്മുടെ സഹായം അവർക്ക് വന്നെത്തുന്നത് വരേക്കും അവർ ആ പരിഹാസവും ആക്ഷേപങ്ങളും മർദ്ദനങ്ങളും ഒക്കെ സഹിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല് സാധാരണ പറയാറില്ലേ, ഇങ്ങനെ ഒരു കുഴിയിൽ ഇറക്കി നിർത്തിയിട്ട് ഈർച്ചവാളുകൊണ്ട് മൂർധാവ് മുതൽ നാഭി വരെ പിളർത്തിയിട്ട് രണ്ടാക്കപ്പെട്ട പ്രവാചകന്മാരുണ്ട് ബനൂ ഇസ്രായേലിന്റെ കൂട്ടത്തിൽ. ഏറ്റവും കൂടുതൽ പീഡനം സഹിച്ചത് ഇസ്രായേലി സമൂഹത്തിലേക്കാണ്. ഇന്നും ഏറ്റവും കൂടുതൽ ആളുകൾ ഇടങ്ങാറായത് ഓലെ കൊണ്ടന്നെ. എപ്പോഴും ഒരു വ്യത്യാസം വന്നിട്ടില്ല, ഓരോ സ്വഭാവത്തിൽ വ്യത്യാസം വന്നിട്ടില്ല. അന്നൊന്നും അങ്ങനെ തന്നെയാണ്. 83 ലക്ഷം ജനങ്ങളാണ് വീടിന്ന് പുറത്താക്കപ്പെട്ടത്, ഭവനരഹിതരായത്. 60,000-ത്തിലധികം ആളുകളാണ് മരണപ്പെട്ടു പോയത്. എത്രേ സ്ത്രീകളാണ് വിധവകളായത്. എത്രയോ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് യതീമീങ്ങളായത്. എന്നിട്ട് തീർന്നോ? തീർന്നിട്ടില്ല. അത് പണ്ട് നാട്ടിലെ വർത്താനം കേട്ടോ. ഞാൻ തെറി പറഞ്ഞു നേരിക്കണ്ട. അരിയും തിന്ന് പിന്നെ അതിനെയും കടിച്ച് എന്നിട്ടും നായക്ക് മുറുമുറുപ്പ് എന്നറിയും. അതിൽ വേറെ പേര് പറയണ്ട, ചിലപ്പോൾ ഞാൻ ജാതീയത വരുമെന്ന് പഠിച്ചിട്ടാണ്. അരിയും തിന്ന് മരപ്പണിക്കാരനെയും കടിച്ച് അതിന്റെ വേറെ ഭാഷ ഉപയോഗിച്ചാൽ നിങ്ങൾ. എന്നിട്ടും പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ്. എല്ലാ തോന്നിയാസം ചെയ്തിട്ട് പിന്നെയും പട്ടി മരിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കലി തീർന്നില്ല അർത്ഥം. എന്നത്തെ പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോ യഹൂദന്മാരുടെ. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാട്ടെ. അപ്പൊ ഇത് നബി നിങ്ങൾക്ക് മാത്രമല്ല മുൻഗാമികൾക്കുണ്ട്. അള്ളാന്റെ വചനങ്ങൾക്ക് മാറ്റം വരുത്താൻ ആരും തന്നെ ഇല്ലെന്ന്. ശരിക്കും നബി അവർ കളവാക്കി, അതുപോലെ തന്നെ മുൻ സമുദായങ്ങളും അവരുടെ നബിമാരെ കളവാക്കിയിട്ടുണ്ട്. 1, 2 തലമുറ എന്നല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊക്കെ അള്ളാന്റെ ദീനെങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോ പരിഹസിക്കുകയും കളിയാക്കുകയും ചിലപ്പോ ഒന്ന് ശാരീരിക ഉപദ്രവമൊക്കെ നടത്തുകയും ചെയ്യുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ബേജാറാണ്. പൊരക്കാര് പിടിച്ചിർത്തും, നിങ്ങളാ പണിക്ക് പോണ്ട, നിങ്ങളത് മരിച്ചാലേ എനിക്കും കുട്ടിയാക്കും ആരും ഉണ്ടാവൂല അല്ലേ?
പൊസിറ്റീവ്നെസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. സെൽഫിഷ് മെന്റാലിറ്റി. സലഫിയൊക്കെ ചോദിച്ചല്ല സെൽഫിസം. സലഫികൾക്ക് ഒന്നേ ഉള്ളൂ, സലഫിസം മാത്രമേ ഉള്ളൂ, സെൽഫിസ് അല്ല. ശരിക്ക് രാത്രിയൊക്കെ നേരം വൈകിട്ട് ദഅവത്തൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇസ്ലാമിക പണി കഴിഞ്ഞ് രാത്രി നേരം വൈകിയൊക്കെ വന്നാൽ ചൂടാകുക, ദേഷ്യപ്പെടുക, നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരുമില്ലേ എന്നൊക്കെ ചോദിക്കണ അവസ്ഥകളുള്ള ആൾക്കാർ. ഒരിക്കലാള് സങ്കടം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അള്ളാനെ തൗഫീഖ് കൊണ്ട് നമുക്കൊന്നും ആ പ്രയാസം ഉണ്ടായിട്ടില്ല. പക്ഷെ അൽഹംദുലില്ലാ അതില് ക്ഷമിക്കാൻ കഴിയല് നല്ല ബുദ്ധിമുട്ട്. നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ, നിങ്ങൾ പോയില്ലേ ഇപ്പൊ ഇവിടെ ദീനൊന്നും നടക്കൂല. കണ്ട് ഇസ്ലാമിനെ സഹായിക്കുന്ന എന്ത് പണി ചെയ്താലും ഒരു കൂലിട്ടല്ലേ, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ത്രീകള്. ഞാൻ എന്റെ പുതിയാപ്പിളക്ക് 2 ഏറിട്ട് തല്ലുള്ളു, അല്ലെ ആൾക്കാർ മോശമായിക്കാണേ, അങ്ങനെയൊക്കെ ചെയ്താലോ. അതുകൊണ്ട് ഹക്ക് പറഞ്ഞു കൊടുക്കാൻ തടസ്സം പലപ്പോഴും ഇണകളും മക്കളും മാതാപിതാക്കളും ഒക്കെ ആണെങ്കിൽ അത് വലിയ പരീക്ഷണമാണ്. അള്ളാഹ് കാക്കട്ടെ. 41 അധ്യായം സൂറത്ത് ഫുസ്സിലത്ത്, ഹാമീം സജദ. സൂറത്ത് ഫുസ്സിലത്തിന്റെ 15-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് വായിക്കണം. അത് നമ്മൾ മാത്രല്ല, നബി മുഹമ്മദ് നബി മാത്രല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ മാത്രല്ല എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ വലിയ ദർജ കൂടണ്ട. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രല്ല, നബിന്റെ മുമ്പുള്ള ഈസാ നബി മുതൽക്ക് അങ്ങോട്ട് നൂഹ് നബി വരെയുള്ള സമൂഹങ്ങളിൽ ആ പ്രവാചകന്മാരുടെ സമൂഹങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ശക്തമായ നിഷേധവും വെറുപ്പും ആക്ഷേപങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് സൂറത്ത് ഫുസ്സിലത്തിന്റെ 15-ാമത്തെ ആയത്ത്. എന്താ 15-ാമത്തെ ആയത്തിൽ അറിയോ? ഒരു വലിയ വിഭാഗത്തെ കുറിച്ച് പറയാണ്. فَأَمَّا عَادٌ فَاسْتَكْبَرُوا فِي الْأَرْضِ بِغَيْرِ الْحَقِّ وَقَالُوا مَنْ أَشَدُّ مِنَّا قُوَّةً أَوَلَمْ يَرَوْا أَنَّ اللَّهَ الَّذِي خَلَقَهُمْ هُوَ أَشَدُّ مِنْهُمْ قُوَّةً وَكَانُوا بِآيَاتِنَا يَجْحَدُونَ. എന്നാൽ ആദ് സമുദായം ന്യായം കൂടാതെ ഭൂമിയിൽ അഹങ്കാരം നടിക്കുകയും ഞങ്ങളെക്കാൾ ശക്തിയിൽ മികച്ചവർ ആരുണ്ട് എന്ന് പറയുകയുമാണ് ചെയ്തത്. അവർക്ക് കണ്ടുകൂടെ അവരെ സൃഷ്ടിച്ച അള്ളാഹു തന്നെയാണ് അവരെക്കാൾ ശക്തിയിൽ മികച്ചവരെന്ന്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ച് തള്ളുകയായിരുന്നു എന്നാ. എന്നിട്ട് പറയുന്ന രസം അടുത്ത വരി എന്തറിയോ? ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ അയ്യാമിൻ നഹിസാത്തിൻ ലിനുദീഖഹും അദാബൽ ഖിസി ഫിൽ ഹയാത്തിദ് ദുനിയ വലഅദാബുൽ ആഖിറതി അഖ്സാ വഹും ലാ യുൻസറൂൻ. അങ്ങനെ ദുരിതം പിടിച്ച ഏതാനും ദിവസങ്ങളിൽ അവരുടെ നേർക്ക് ഉഗ്രമായ ഒരു ശീതക്കാറ്റിനെ നാം അയച്ചു. ദുനിയാവിൽ അവർക്ക് അപമാനകരമായ ശിക്ഷ നാം ആസ്വദിപ്പിക്കാൻ വേണ്ടി എത്രയത്, എന്നാൽ പരലോകത്തെ ശിക്ഷയാണ് കൂടുതൽ അപമാനകരം. ഇങ്ങനെ അല്ലാഹു തആല 3-4 വിഭാഗത്തെ അവിടെ അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അള്ളാഹ് നശിപ്പിച്ചു. അല്ലാഹു തആല അവരെ നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. അതന്നെയാണ് ഫഅഹ്ലകഹുമുല്ലാഹു തആല എന്ന് ഇമാം സഅദി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. നിങ്ങളെ കയ്യിൽ നോട്ട് ബുക്കും പേനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ഇത് പറഞ്ഞൊരു കാര്യമില്ല. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് ആറാഫ് 64-ാമത്തെ ആയത്ത്, അതുപോലെ 72-ാമത്തെ ആയത്ത്, 76-ാമത്തെ ആയത്ത്, 78-ാമത്തെ ആയത്ത്, 78 വരെ, അതുപോലെ സൂറത്ത് ആറാഫിന്റെ 83, സൂറത്ത് ആറാഫിന്റെ 91 മുതൽ 92, സൂറത്ത് ആറാഫിന്റെ 133 മുതൽ 136, ഒറ്റ സൂറത്തിൽ തന്നെ 6-7 സ്ഥലത്ത് മുൻഗാമികളുടെ നാശകാരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ നശിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞുതരാണ്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി ഉണ്ട്. മുൻ സമുദായങ്ങൾ നബിമാരെ കളവാക്കിയിരുന്നു എന്ന് പറയുമ്പോൾ അവര് കളവാക്കുന്നതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. അവർ കളവാക്കിയതിന് അവർക്ക് ചില കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന് കിബറായിരുന്നു, കിബർ. രണ്ടാമത്തത് ഫഖറായിരുന്നു. കിബറും ഫഖറും ഇത് രണ്ടും മനുഷ്യനെ നശിപ്പിക്കുന്ന സംഗതിയാണ്. ഇത് രണ്ടും മുൻഗാമികളായ ഈ നബിമാരുടെ സമൂഹത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എവിടെ അറിയോ? സൂറത്ത് മുഅ്മിനൂന്റെ 45 മുതൽക്ക് നിങ്ങൾ താഴത്തേക്കൊന്ന് വായിച്ചാൽ മതി. അവിടെ അള്ളാഹ് പറഞ്ഞൊരു വാക്ക് മാത്രം ഞാൻ പറയാം. സുമ്മ അർസൽനാ മൂസ, പിന്നെ നാം മൂസാ നബിനെ അയച്ചു. വ അഖാഹു ഹാറൂന, അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂനെ അയച്ചു. ബി ആയാതിന വസുൽത്താനി മുബീൻ,
വ്യക്തമായ നമ്മുടെ ദൃഷ്ടാന്തങ്ങളോടും വ്യക്തമായ പ്രമാണത്തോടും കൂടി നാം അയച്ചു. ഒന്ന് ദൃഷ്ടാന്തമുണ്ട്. മൂസാ നബിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാ? ഇവിടെ വെച്ച അതുപോലെ വടിയിട്ട, ഇങ്ങനെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളും ഒപ്പം പ്രമാണവും. ഏതാ പ്രമാണം? തൗറാത്ത് അല്ലെ? അതുകൊണ്ട് ആ രണ്ട് നിലക്കാണ് അയച്ചിട്ടോ ഇലാ ഫിർഔന വമലഇഹി, ഫിറൗന്റെ അടുത്തേക്കും അവന്റെ പ്രമാണിമാരുടെ അടുത്തേക്കും. ഫസ്തക്ബറൂ, അപ്പൊ അവരെന്ത് ചെയ്തു? അഹങ്കരിക്കുകയാണ് ചെയ്തത്. വകാനു ഖൗമൻ ആലീൻ, അവർ പൊങ്ങച്ചക്കാരായ ഒരു ജനതയായിരുന്നു. അപ്പൊ ഒരു അഹങ്കാരവും പൊങ്ങച്ചവും ആ സമൂഹത്തിന്റെ ഒരു മുഖമുദ്രയാണ്. അതുകൊണ്ട് അവർ സ്വീകരിച്ചില്ല, അവരംഗീകരിച്ചില്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്തായിരുന്നറിയോ? വംശമഹിമ, കുലമഹിമ, പാരമ്പര്യം. ഇതിൽ പാരമ്പര്യം എപ്പോഴും ഉണ്ട്. നമ്മളെ ആൾക്കാർക്കുണ്ട് ഈ സ്വഭാവം. പാരമ്പര്യം, എന്റെ ബാപ്പ, ബാപ്പാന്റെ വാപ്പ, ബാപ്പാന്റെ വാപ്പാന്റെ വാപ്പാന്റെ വാപ്പ, താവഴി, പാരമ്പര്യം, എന്റെ അമ്മ, അമ്മാന്റെ അമ്മ, വല്യമ്മ, നാട്ടുനടപ്പ്. സാദത്തന വ കുബറാഅന ഫഅളൂന സബീല എന്നറിയില്ലേ അല്ലാഹു തആല സൂറത്ത് അഹ്സാബിൽ. ഇതൊരു കാരണമായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതെന്തുകൊണ്ടറിയോ? നമ്മൾ ശരിക്ക് ഞാൻ എപ്പോഴും പറയില്ല, ഒരു നോട്ട് ബുക്ക്, ഒരു പേനയൊക്കെ ഇട്ടിരുന്നാല് നമുക്ക് വല്ലാതെ വിരസത ഉണ്ടാവില്ല. മറ്റു നമ്മൾ സാധാരണ ഒരു വാളൊക്കെ കുത്തിരിക്കുന്ന മാതിരി ക്ലാസ്സിലിരുന്നാല് നമുക്ക് ഉപകാരം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒരു നോട്ട് ബുക്കും പേന എന്തായാലും എല്ലാവരും കയ്യിൽ വെക്കണം. ഇതൊന്നുമല്ല, അതൊന്നിങ്ങനെ കുറിച്ച് വെച്ച് പോയാൽ അത് പഠിക്കാൻ പറ്റും. ഇതൊക്കെ ഒന്ന് എഴുതിയെടുത്തിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അതില്ലാത്തോണ്ടാണ് നമുക്കതിങ്ങനെ വെറും കേൾവിക്കാരായാൽ ഒരുപാട് അപകടങ്ങളുണ്ട്. കേൾവിയും പിന്നെ ഫഹമും അതുപോലെ ഹിഫ്ളും അമലും ഒക്കെ ഉണ്ടാകണം. അപ്പോഴേ അത് ഇൽമായി മാറുള്ളൂ, അല്ലെങ്കിൽ ഒരു ഉപകാരപ്രദമാവുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, മുൻഗാമികളായ ആളുകൾ മുർസലീങ്ങളെ നിഷേധിക്കുന്നതിനെ സംബന്ധിച്ച് ആയത്തുകൾ തന്നെ പഠിപ്പിക്കുന്നിടത്ത് അങ്ങനെ നിങ്ങൾ 2-3 പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്ന് കിബറും ഉജുബും ഫഖറും വംശമഹിമയും കുലമഹിമയും പാരമ്പര്യവും ഒക്കെയാണ്. ആ കൂട്ടത്തിൽ ഒന്ന് ഹസദാണ്. ഹസദ് വലിയൊരു പ്രശ്നമാണ്. അതില് ഓരോ സമൂഹത്തെ പരിശോധിക്കുമ്പോഴും അവർക്ക് അവരുടെ നബിമാരോടുള്ള ഹസദ്, ചില സമൂഹത്തോടുള്ള ഹസദ്. ഇപ്പോ യഹൂദന്മാർക്കും മറ്റും മുഹമ്മദ് നബിയോട് ഹസദ് ഉണ്ടായിരുന്നു, ഉമ്മത്തിനോട് ഹസദ് ഉണ്ടായിരുന്നു. ഈ ഹസദ്, അസൂയ ഒരു പ്രധാന കാരണമാണ്. സൂറത്തു നിസാഇന്റെ 54-ാമത്തെ ആയത്തിൽ കാണാം. വേറെ ചിലർക്ക് പ്രശ്നം തരങ്ങൾ, മലക്കാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു, ഇത് മനുഷ്യനല്ലേയാണ്. വേറെ ചില ആൾക്കാർക്ക് മനുഷ്യരിലേക്ക് വന്ന നബിമാർ മലക്കുകളായില്ല എന്നുള്ളതാണ് ഉടായിപ്പ്. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാന്നല്ലാതെ എന്താ? ഇത് ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ട് തരാം. 17-ാമത്തെ അധ്യായം സൂറത്ത് ഇസ്രാഈലിന്റെ 94-95 വരെയുള്ള കുറച്ച് മേലേക്ക് ഒരു 90 മുതൽക്ക് ഇങ്ങനെ താഴത്തേക്കാണ് പോരാ. വളരെ രസകരമാണ്. ഓരോ വാക്കും ഒരു ഉറവൊഴുക്കിത്തന്നെ വരെ ഞങ്ങൾ വിശ്വസിക്കൂല. നിനക്ക് ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടമുണ്ടായിരിക്കുകയും അതിനിടയിലൂടെ സമൃദ്ധമായി അരുവികൾ ഒഴുകുകയും ചെയ്യുന്നവരെ ഞങ്ങൾ വിശ്വസിക്കൂല. നീ ജലിപ്പിച്ചതുപോലെ ആകാശത്ത് ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി വീഴുന്നത് വരെ ഞങ്ങൾ എന്ത് ചെയ്യൂല, വിശ്വസിക്കൂല. അല്ലെങ്കിൽ അള്ളാഹുവെയും മലക്കുകളെയും കൂട്ടം കൂട്ടമായി നീ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കൂല. ഇതൊക്കെ ഒരു പറഞ്ഞാണ്. ആ കൂട്ടത്തില് അവര് പറഞ്ഞ ഒരു സംഗതി എന്താ വെച്ചാല്, സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ ആകാശത്തു കൂടി നീ കയറിപ്പോകുന്നത് വരെ, ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഞങ്ങളുടെ അടുത്തേക്ക് നീ ഇറക്കിക്കൊണ്ടുവരുന്നത് വരെ നീ കയറിപ്പോയത് ഞങ്ങൾ വിശ്വസിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറയാം. ഇതിന്റെ അവസാനം അല്ലാഹു തആല അതിനൊക്കെ മറുപടി പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ വരുന്നൊരു വാക്കെന്താ പറയുക, ഖുൽ ലൗ കാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീന ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂല. പറയ് നബിയേ, ഭൂമിയിലുള്ളത് ശാന്തരായി നടന്നു പോകുന്ന മലക്കുകളായിരുന്നെങ്കിൽ അവരിലേക്ക് ആകാശത്ത് നിന്ന് നാം ഒരു മലക്കിനെ ദൂതനായി നിയോഗിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ ആരുള്ളത്? മനുഷ്യരാണ്. അതുകൊണ്ടാണ് മനുഷ്യന്മാരെ അയക്കണത്. ഒരു മലക്കർ റസൂല, എന്താ ഞങ്ങൾക്കൊരു മലക്കിനെ അയക്കാത്തതെന്നാണ്. ഇത് എന്താണ്? ഒരു മനുഷ്യനല്ലേ?
എത്രത്തോളം എന്ന് വെച്ചാല് അങ്ങാടിയിൽ നടക്കുകയും തിന്നുകയും ചെയ്യുന്ന ഒരാള് ഒരു പരിഹാസമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങളും അവർക്ക് നിഷേധങ്ങളായി ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാഹു തആല അവരെ മുൻഗാമികളെ പ്രത്യേകിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ഫൻദുറു, എന്നിട്ട് ഇമാം സഅദി പറയാണ്, ഫൻദുറു കൈഫ ഇൻകാറുല്ലാഹി അലൈഹിം, നിങ്ങളൊന്ന് നോക്ക്, കൈഫ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻകാറുല്ലാഹി അലൈഹിം അവരോട് പ്രതിഷേധിച്ചത്. വളരെ മോശമായിട്ടാണ് ഈ വിഭാഗത്തോട്. ആജിലഹും ബിൽ ഉഖൂബ അദ്ദുനിയവിയ്യ ഖബ്ല ഉഖൂബത്തിൽ ആഖിറ, പരലോകത്തെ ശിക്ഷയ്ക്ക് മുമ്പ് ദുനിയാവിലെ ശിക്ഷ അവർക്ക് വേഗം നൽകി കൊടുത്തു. ഇതിന് ഉദാഹരണങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഓരോന്നും വായിച്ചാൽ നമുക്ക് സമയങ്ങൾ ഒരുപാട് പോകും. ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്ന് പറയാണ്. 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 42 മുതൽ 45 വരെ. അതിനകത്ത് കാണാ വഇൻ യുകദ്ദിബൂക ഫഖദ് കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വആദുൻ വസമൂദ് വഖൗമു ഇബ്രാഹീമ വഖൗമു ലൂത്ത് വഅസ്ഹാബു മദിയൻ വകുദ്ദിബ മൂസ ഫഅംലൈതു ലിൽകാഫിരീന ثم അഖദ്തുഹും ഫകൈഫ കാന നഖീർ. അതായത് നബിയെ, ഇവര് താങ്കളെ നിഷേധിച്ച പക്ഷം, തള്ളുന്ന പക്ഷം, ഇവർക്ക് മുമ്പ് നൂഹിന്റെ ജനത, ആദ്, തമൂദ് ഇവരൊക്കെ തള്ളിയിട്ടുണ്ട്. ഇബ്രാഹിമിന്റെ ജനത തള്ളിയിട്ടുണ്ട്, ലൂത്തിന്റെ ജനത തള്ളിയിട്ടുണ്ട്, മദിയൻ നിവാസികളും തള്ളിയിട്ടുണ്ട്. മൂസാ നബി അവിശ്വസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിശ്വാസികൾക്ക് ഞാൻ സമയം നീട്ടിക്കൊടുക്കുകയും പിന്നെ ഞാൻ അവരെ പിടികൂടുകയാണ് ചെയ്തത്. അപ്പോൾ എന്റെ പ്രതിഷേധം എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫകഅയ്യിൻ മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമത്തുൻ ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ വബിഇരിൻ മുഅത്തലത്തിൻ വഖസ്രിൻ മശീദ്. എത്രയെത്ര നാടുകൾ അവിടത്തുകാർ അക്രമത്തിൽ ഏർപ്പെട്ടിരിക്കെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അവയത മേൽപ്പുരകളോടെ വീണടിഞ്ഞു കിടക്കുന്ന ഉപയോഗശൂന്യമായി തീർന്ന എത്രയെത്ര കിണറുകൾ. അതായത് ഈ വീടുകൾ മേൽപ്പുരയോടുകൂടി വീണ് കിടക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, ഉപയോഗശൂന്യമായി തീർന്ന എത്രയെത്ര കിണറുകൾ, പടുത്തുയർത്തിയ എത്രയെത്ര കോട്ടകൾ. ഇതൊന്നും പിന്നീട് അതിന്റെ ആളുകൾക്ക് ഉപകരിച്ചില്ല എന്നാണ്. അപ്പോ ഇത്രയും സംഗതിയൊക്കെ അവിടെ വിട്ടേച്ച ആളുകൾ പോയിട്ടുണ്ടെന്നാണ്. അവസാനിപ്പിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് ഫഹ്ദറൂ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. മുശ്രിക്കുകളെ, നിഷേധികളെ നിങ്ങൾ സൂക്ഷിക്കണം. അയ്യുസീബക്കും മാ അസാബഹും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് എത്തിയതുപോലുള്ള ശിക്ഷ നിങ്ങൾക്കും വരും, നിങ്ങൾ സൂക്ഷിച്ചോളി, ശ്രദ്ധിച്ചോളി എന്നാണ്. ഇങ്ങനെ ഒരു താക്കീത് നൽകിയിട്ടാണ് ഇമാം സഅദി ആ വാക്ക് അവസാനിപ്പിക്കണം. ഇതിനും ധാരാളക്കണക്കിന് ആയത്തുകൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഖദർ അല്ലാഹു മാ ശാ ഫഅല, സമയവും നമുക്ക് ഏകദേശം തീർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, പൊതുവിപത്തുകളിൽ നിന്ന് നമ്മയൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമുക്കിതൊന്ന് ഓതിയിട്ടാണ് അവസാനിപ്പിക്കാൻ. ഓതിയാലാണ് 2-3 കാര്യങ്ങൾ ഉപകാരം ഉണ്ടാകുക. ഒന്ന്, നമ്മൾ ഹിഫ്ള് ആക്കാൻ പറ്റും. രണ്ടാമത്തത്, വായിച്ചതിനിടയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊന്നുകൂടി അത് ഓർമ്മ വരും. മൂന്നാമത്തെ കാര്യം, എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്താണ്ടെങ്കിൽ അതാണ് ഇറങ്ങിപ്പോയിക്കോളും. അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير. طيب، بارك الله فيكم جميعا. اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفارة المجلس: سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.